അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിർസത്തെ ഹബീബ്മാരെ, ഇന്നത്തെ ഈ വീഡിയോ ഒരുപാട് ആൾമാർ ആഗ്രഹിച്ചതും കേട്ടോണ്ടിന്നെങ്കിത്തതും പേഴ്സണലി മെസ്സേജ് ആക്കിയിട്ടും കോളാക്കിയിട്ടും കേട്ടോണ്ടിന്നെങ്കിത്ത ഒരു പ്രോബ്ലമിയുടെ സൊല്യൂഷൻ ആയിട്ട് ഇന്നത്തെ വീഡിയോ. കൊടുത്ത പൈസ തിരിച്ചു കിട്ടും, കട കൊടുത്ത പൈസ അല്ലെങ്കിൽ ബിസിനസ് ആക്കി കൊടുത്തെങ്കിത്തെ പൈസ തിരിച്ചു കിട്ടുമെങ്കിലത്തെ വല്ല ദിക്റും ഉണ്ടാണ്ട് ഒരുപാട് ആൾമാർ കേട്ടാറ്. അങ്ങനെ യൂസ്ഫുൾ ആയിട്ടുള്ളെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് ഈ വീഡിയോ മാറ് അങ്ങനെ കയ്യിൽ സേവ് ആയിട്ട് കുറേ പൈസ എടുത്തിട്ട് ഞങ്ങളെ നല്ല ഫ്യൂച്ചർ വേനായിട്ട് ഞങ്ങളെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേനായിട്ട് നല്ലൊരു അവകട്ട് വേനായിട്ട് അല്ലെങ്കിൽ ഗാഡി എടുക്കുവാനായിട്ട് ചെന്നിട്ട് നല്ലൊരു ഉദ്ദേശത്തിൽ കുറേ ആൾമാരെ നമ്പിയിട്ട് പൈസ കൊടുത്തിട്ട് ബിസിനസ് ആക്കുവാനായിട്ട് വിശ്വാസത്തോടു കൂടിയിട്ട് ടിക്കറ്റ് കൊടുക്കണേ. അങ്ങനെ പൈസ എടുത്തുകൊണ്ട് പോയ ആൾമാർ അത് ബിസിനസ് ആക്കാണ്ട് ഇനി ബിസിനസ് ആക്കിയിട്ടുണ്ടായെങ്കിലും ലാഭം കൊടുക്കാണ്ട് ബിസിനസ് നഷ്ടപ്പെട്ടു പോയിട്ടില്ല, ലോസ് ആയി ചെന്നിട്ടു പൈസ ഒന്നും കൊടുക്കാണ്ട് ഇങ്ങനെ ഫോൺ എടുക്കാണ്ട് തെക്കിടയ്ക്ക് എത്ര സാഹചര്യം കുറേ ആൾമാർ അനുഭവിക്കും. അതേ സമയത്ത് കുറേ ആൾമാർ എന്തെങ്കിലും ഒരു ആൾമാർ വന്നിട്ട് കഷ്ടം ചൊല്ലുമ്പോൾ അങ്ങനെ ദുഃഖം ചൊല്ലുമ്പോൾ മനസ്സിൽ ബേജാറ് ചൊല്ലുമ്പോൾ ഔത്ത് വെച്ചെങ്കിത്തെ പൈസ എടുത്ത് കൊടുത്തിട്ടാണ് നാളെ അസർക്ക് റിട്ടേൺ തണ്ടാണ്ട് ചെന്ന് പോയെങ്കിത്തെ പൈസ, അതുപോലെ ഒരു വാർത്തകൾക്ക് തണ്ടാണ്ട് ചെന്നിട്ടു എടുത്തു പോയ പൈസ ഒരു തിങ്കളായിട്ടും ഒരു വർഷമായിട്ടും തിരിച്ചു കിട്ടാത്ത ബേജാറ് ചെന്നെങ്കിൽ എത്ര ആൾമാറുള്ളാറ്. മുട്ടത്തെ ഒരു ചങ്ങായി അല്ലെങ്കിൽ മുട്ടത്തെ ഒരു കുടുംബത്തെ ആൾ വന്നിട്ടുണ്ട് ബേജാറ് ചൊല്ലുമ്പോൾ വേറെ ആൾമാരിൽ നിന്നിട്ട് പൈസ കടയെടുത്തിട്ട് കൊടുത്ത ആൾമാറുള്ളാറ്, വേറെ ആൾക്ക് വേനായിട്ട് ജാമീൻ നിൻ്റെ ആൾമാറുള്ളാറ്. അവൻ തന്നില്ലെങ്കിൽ ഞാൻ തന്നെ ചെന്നിട്ട് ഒരു കഷ്ടത്തിന് സഹായമാക്കിയിട്ട് ലാസ്റ്റ് പൈസ എടുത്തുകൊണ്ട് പോയോണ്ട് ശുദ്ധിയില്ലാണ്ട് നാപ്പത്തായിട്ട് ഈ ജാമീൻ നിന്നോണ് കുടുങ്ങിയത്തെ ഇങ്ങനത്തെ ധാരാളം അനുഭവങ്ങൾ നക്കും നിങ്ങൾക്കും ഉണ്ടല്ലേ. അതുപോലെ ഔത്തുലിൻ്റെ ബംഗാറ് നാളെ തൻ്റെ മോൾകൂർ അകത്തിയുണ്ട് കൊണ്ട് ചെന്നിട്ട് കൊണ്ടുപോയിട്ട് ആ ബംഗാറ് കൊടുക്കാണ്ട് അതിൽ പണയ വെച്ചിട്ട് അല്ലെങ്കിൽ അതിൽ വിത്തിട്ട് ഇങ്ങനെ കോൾ ആക്കുമ്പോൾ കോൾ റിസീവ് ആക്കാണ്ട് സ്വിച്ച് ഓഫ് ആക്കിയിട്ട് മുങ്ങിയൊങ്കിത്തെ ധാരാളം അനുഭവങ്ങൾ ഒരുപാട് ആൾമാർക്കും. ടോട്ടലി ഞങ്ങളെ ഒരു സ്വത്ത് വേറെ ഒരാളുടെ കയ്യിൽ നിന്നിട്ട് അത് തിരിച്ച് കിട്ടുവാനായിട്ടുള്ളെങ്കിത്തെ ഒരു അമല ഇട്ടിക്കട് ഒരു ദിക്ര ഇട്ടിക്കട് എൻ്റെ പടി പഠിത്തണ്ടേ. അത് പൈസ ഇട്ടിക്കോ ബംഗാറ ഇട്ടിക്കോ അല്ലെങ്കിൽ വേറെ ഏതും വസ്തുക്കളെ ഇട്ടിക്കോ ഭൂമി ഇട്ടിക്കോ ഞങ്ങളെ അവകാശമായ ഞങ്ങൾക്ക് ന്യായയുതമായിട്ട് ഞങ്ങൾക്ക് കിട്ടണമായ വസ്തു അത് ബാക്കി ഞങ്ങളെ കയ്യിൽ പോയിട്ട് ബാക്കിയായിട്ട് അത് തിരിച്ച് കിട്ടുവാനായിട്ട് ഇട്ടിക്കട് ഇന്നത്തെ ക്ലാസ്സിൽ ഞങ്ങൾ പരിഹാരങ്ങൾ പഠിപ്പാട്ടേ. പരിശുദ്ധമായ ഖുർആനിൽ നിന്നുള്ള 2 ആയത്ത്, ആ ആയത്ത് ഓർത്ത നിത്യമായിട്ട് ഓതുന്നത് പതിവാക്കരണ്ടായെങ്കിൽ അവൻ്റെ അന്യാധീനപ്പെട്ടിട്ടുള്ളെങ്കിൽ എല്ലാ വസ്തുക്കളും പൈസകളും തിരിച്ച് അവനുകെ കിട്ടുന്നുണ്ട് മഹാന്മാർ ചെന്നതായിട്ട് കണ്ട്. ഈ 2 ആയത്തും ഡെയിലി ഓതുന്നുണ്ടായിട്ടിക്കട് കണക്ക് എത്ര ഓതുന്നു ഏത് ടൈമിൽ ഓതുന്നുണ്ടു അത് അവനായിട്ടിക്കട് ഡിസൈഡ് ആക്കണേ. ആറായിട്ടിക്കട് അകത്യത്താൽ ഓതുറെ അവന് ഡിസൈഡ് ആക്കണേറ്റിക്കട് ഓർത്ത സാധിക്കരണ്ടായെങ്കിൽ 5 വക്ത് നിസ്കാരത്തിൽ പിന്നെയും അവന് ഓതുർതു 33 വക്കമാ 11 വക്കമാ 101 വക്കമാ അങ്ങനെ ഓതാ. അങ്ങനെയുള്ള ഓർത്ത് 5 വക്ത് നിസ്കാരത്തിൽ പിന്നെ ഓതുക ആവില്ല. അങ്ങനെ ഉണ്ടായെങ്കിൽ സുബഹി നിസ്കാരത്തിൽ പിന്നെയും മഗ്‌രിബ് നിസ്കാരത്തിൽ പിന്നെ ഓതാം. ഇനി 2 ടൈമിൽ ഓതുക ആവില്ലുണ്ടായെങ്കിൽ ഏതെങ്കിലും ഒരു ടൈമിലെങ്കിലും ഓതുന്നുണ്ടായിട്ടിക്കട് അത് 11 ഓതാ അല്ലെങ്കിൽ 33 ഓതാ 101 ഓതാ അതാണ്ട് അപ്പുറം ജാസ്തി ഓതാ. അവൻ്റെ ആവശ്യങ്ങൾ എത്ര അധികരിക്കടാ അത്രയും ഇത് ഓതുർത് അധികരിപ്പിക്കൊണ്ടായിട്ട് മഹാന്മാർ ചൊല്ലേ. ഇത് ഓതിട്ട് ഓർത്ത പതിവാക്കിയുണ്ടായെങ്കിൽ ഈമാനിന്നുണ്ടായെങ്കിൽ നല്ല വിശ്വാസത്തോടു കൂടെ ആറാവൊന്ന് ചൊന്നറു ഏതെങ്കിലും ഉസ്താദ് ചൊന്നറു ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കറാൻട്ടല്ല നല്ല നീയത്താക്കിയിട്ട് എൻ്റെ വസ്തു തിരിച്ച് എൻ്റെ കൈക്ക് കിട്ടേണ്ട ചൊല്ലുടെ ഉദ്ദേശത്തിൽ ആരെങ്കിലും ഓർത്ത പതിവാക്കിയുണ്ടായെങ്കിൽ അവൻ്റെ വസ്തുക്കൾ അള്ളാഹു അവനക്ക് തിരിച്ചെത്തുപാട്ടാ. സൂറത്തുൽ ഖസസിലെ 85-ാമത്തെ ആയത്തും സൂറത്തുൽ ഫത്ഹിലെ 29-ാമത്തെ ആയത്തെ ഇട്ടിക്കട് ഈ 2 ആയത്തെ ഇട്ടിക്കട് അവന് നിരന്തരമായിട്ട് അവൻ ഓതനായത്. സൂറത്തുൽ ഖസസിലെ 85-ാമത്തെ ആയത്ത് ഇങ്ങനെ ഇട്ടിക്കട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നല്ലദീ ഫറദ അലൈക്കൽ ഖുർആന ലറാദ്ദുക ഇലാ മആദ് ഖുർ റബ്ബി അഅലമു മൻ ജാഅ ബിൽ ഹുദാ വമൻ ഹുവ ഫീ ളലാലിൻ മുബീൻ. ഒരുപാട് മഹത്വമുള്ളെങ്കിൽ ഒരു ആയത്ത് ഇട്ടിക്കട് ഈ ആയത്ത് ഏതെങ്കിലും ഒരു വ്യക്തി ഹജ്ജുക ഉംറത്തുക വേനായിട്ട് മക്കത്ത് പോകേണ്ട ടൈമിലോ ആ പോകേണ്ട ടൈമിലോ ഔത്ര മതിൽക ബായിൽക ഈ ഒരു ആയത്ത് എഴുതിയിട്ടാണ് പോയേണ്ടായെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ലാണ്ട് തിരിച്ച് സുരക്ഷിതമായിട്ട് അതേ ഔത്തുകം തിരിച്ചെത്തരാൻ മഹാന്മാർ ഇതിരെ മഹത്വം ചെന്നതായിട്ട് നമുക്ക് കാണ്ട്.
ഈ ഒരു ആയത്തും അതിരൊಟ್ಟಿಗೆ സൂറത്തുൽ ഫത്ഹിലെ 29ാമത്തെ ആയത്തും എഴുതണോ. സൂറത്തുൽ ഫത്ഹിലെ 29ാമത്തെ ആയത്ത് ഇങ്ങനെ ഇട്ടിക്കട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റഹമാഉ ബൈനഹും തറാഹും റുക്അൻ സുജദൻ യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹി വറിദ്വാനാ സീമാഹും ഫീ വജൂഹിഹിം മിൻ അഥരി സുജൂദ് ذلك مثلهم في التوراة ومثلهم في الإنجيل كزرع أخرج شطأه فآزره فاستغلظ فاستوى على سوقه يعجب الزراء ليغيظ بهم الكفار وعد الله الذين آمنوا وعملوا الصالحات منهم مغفرة وأجرا عظيما. ധാരാളം മഹത്വമുള്ളെങ്കിത്തെ ഈ 2 ആയത്ത് ഓർത്ത് ഓതുർത്ത് പതിവാക്കലുണ്ടായെങ്കിൽ അവൻ്റെ പൈസ ആരുടെ കയ്യിൽ കുടുങ്ങിയിട്ടുണ്ടായെങ്കും അത് എത്ര വലിയ ആളായിട്ട് ഇന്നുണ്ടായെങ്കും എത്ര പവർഫുൾ ആളായിട്ട് ഇന്നെങ്കിൽ പോലും ഈ 2 ആയത്ത് ഓർത്ത ഓതിയുണ്ടായെങ്കിൽ നല്ല നീയത്താക്കിയിട്ട് വിശ്വാസത്തോടുകൂടെ ഈമാനോടുകൂടെ ഉറച്ച വിശ്വാസത്തിൽ ഇത് ഓതിയുണ്ടായെങ്കിൽ അവൻ്റെ പൈസ തിരിച്ച് കിട്ടുന്നുണ്ടായിട്ടിക്കണ മഹാന്മാർ ചൊന്നരെ. ഞങ്ങളുടെ കയ്യിൽ ക്യാഷ് എടുത്തുകൊണ്ട് പോയ വ്യക്തിക്ക് തറകു മനസ്സുണ്ടോ, പക്ഷേ അവൻ്റെ തറകു അവൻ്റെ കയ്യിൽ എന്തുമില്ല. ബിസിനസ് കയറ്റി ചിലപ്പോൾ പൈസ എടുത്ത് പോയത്, പക്ഷേ ബിസിനസ്സെല്ലാം ലോസ് ആയിട്ട് തിരിച്ച് തറകുള്ളെങ്കിലത്തെ സാഹചര്യം ഇല്ല. അവന് ഞങ്ങളെ വഞ്ചനാക്കുന്നു ചൊല്ലുണ്ടെങ്കിലത്തെ മനസ്സ് എന്തുമില്ലാത്ത പുറത്തായിട്ട് ഇന്നുണ്ടായെങ്കിൽ ഈ 2 ആയത്ത് ഞങ്ങൾ ഓതലുണ്ടായെങ്കിൽ അവನು ഞങ്ങളെ കട വീട്ടുകൂ, ഞങ്ങൾ എടുത്തെങ്കിത്തെ പൈസ തിരിച്ചു തറകൂ, അല്ലെങ്കിൽ ഞങ്ങളെ കയ്യിൽ എടുത്തെങ്കിത്തെ വസ്തു തിരിച്ചു തറകുല്ലെങ്കിത്തെ സംവിധാന റബ്ബ് ഇട്ട് കൊടുക്കാണ്ടായിട്ടിക്കട് അവനുകൂ അത് വീടുകുല്ലെങ്കിത്തെ തിരിച്ചു തറകുല്ലെങ്കിത്തെ പൈസവും അത് ആർത്ഥികമായ ആ ഫിനാൻഷ്യൽ അള്ളാഹു ഓപ്പണാക്കി കൊടുക്കാണ്ടായിട്ടിക്കട് മഹാന്മാർ ചൊന്നുരെ. ഇനി അങ്ങനെയുള്ള തിരിച്ചു തറകു പൈസ ഉണ്ട്, പക്ഷേ കലിപ്പാട്ടെ അൽപ്പാട്ടെ തറവ് മനസ്സില്ലാത്തവനുണ്ടായെങ്കിൽ ഈ 2 ആയത്ത് ഞങ്ങൾ നിരന്തരമായിട്ട് ഓതിക്കൊണ്ടിരിക്കുന്ന ടൈമിലോ ഈ 2 ആയത്ത് ഓതിട്ട് പടച്ചിറബുട്ട കൈയുദ്ധാക്കിയിട്ട് ദ്വാരക്കുന്ന ടൈമിലോ ഈ ആയത്ത് ഓതിയ ബറക്കത്ത് കൊണ്ടു ആറൈറ്റിക്കറി നിങ്ങൾക്ക് പൈസ തരാണ്ട് ഞങ്ങളെ മങ്കാക്കിക്കൊണ്ടിരിക്കണേ, ഞങ്ങളെ കലിപ്പാട്ടിക്കൊണ്ടിരിക്കണേ, ഞങ്ങളെ അൽപ്പാട്ടിക്കൊണ്ടിരിക്കണേ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാക്കിക്കൊണ്ടിരിക്കണേ. അവൻ്റെ മനസ്സ് അല്ലാഹു പേടിയിട്ട് കൊടുക്കടാ. പേടിയിട്ട് കൊടുത്തിട്ടു കട വീട്ടിനെങ്കിത്തെ മനസ്സും ബോധവും വ്യവസ്ഥയും അള്ളാഹു എത്തുപാടി കൊടുക്കാണ്ട് മഹാന്മാർ ചൊന്നൊരാറ്. ഈ ഒരു പ്രയോഗം എല്ലാ ആൾമാർ ആറല്ല ഈ ഒരു വിഷയത്തിൽ ബേജാറുള്ളാറാ അതെല്ലാ ആൾമാറും ആക്കൊറു. ഇത് ഇന്നത്തെ ടോപ്പിക്കിൽ 1ാമത്തെ പരിഹാരമായിട്ട് ഇന്നുണ്ടായെങ്കിൽ 2ാമത്തെ പരിഹാര അള്ളാഹുടെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിൽ നിന്നിട്ട് ഏറ്റിക്കിട്. അള്ളാഹുടെ പരിശുദ്ധമായ പേരുകളിൽപ്പെട്ട ഒരു പേരേറ്റിക്കിട് വാരിസ് ചൊല്ലുടെങ്കിത്തെ ഒരു ഇസ്മ അനന്തരാവകാശിത്വം തൻ്റെ റബ്ബേയും ചൊന്നിട്ട് ഏറ്റിക്കിടത് അർത്ഥ. ഈ ഒരു ഇസ്മ യാ വാരിസു യാ അള്ളാഹ് ചൊല്ലുടെങ്കിത്തെ ഈ ഒരു ഇസ്മ 100 പക്ക സൂര്യ ഉദിക്കുന്ന ടൈമിലോ സുബൈൽ നിസ്കാരത്തിൽ പിന്നെ സൂര്യ ഉദിക്കുന്ന ടൈമുണ്ടല്ലേ, ആ സൂര്യ ഉദിക്കുന്ന ടൈമിലോ 100 പക്ക ഓർത്ത യാ വാരിസു യാ അള്ളാഹ് ചൊന്നിട്ടു ദ്വാർന്നുണ്ടായെങ്കിൽ അവൻ്റെ ആ പൈസ തിരിച്ചു കിട്ടുവാനായിട്ട് അവൻ കൊടുത്തെങ്കിത്തെ ആ ബംഗാറ് തിരിച്ചു കിട്ടുവാനായിട്ട് അവൻ്റെ അവകാശത്തിലുള്ള എല്ലാ വസ്തുക്കളും തിരിച്ചു കിട്ടുവാനായിട്ട് ആരെങ്കിലും ഓർത്ത യാ വാരിസു യാ അള്ളാഹ് ചൊല്ലുടെങ്കിത്തെ ഈ ഇസ്മ സൂര്യ ഉദിക്കുന്ന ടൈമിലോ 100 പക്ക ഓതിയിട്ട് നിരന്തരമായിട്ട് എല്ലാ നാളും ദ്വാരക്കലുണ്ടായെങ്കിൽ അവൻ്റെ പൈസ അടക്കമുള്ള എല്ലാ വസ്തുക്കളും തിരിച്ചിട്ട് അവനുകെ കിട്ടിയിട്ട് ഈ ഈശ്വര മഹത്വം ചൊന്നെങ്കിത്തെ മഹാന്മാർ ചൊന്ന് തന്നരാറ്. ഇതും ഞങ്ങൾ ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് പ്രയോഗ ആക്കാം. പക്ഷേ ഈ പ്രയോഗ ആക്കാനാണ്ടി മുതലോ ഇത് ചൊല്ലാണ്ടി മുതലോ നല്ല നീയത്തോടുകൂടെ വിശ്വാസത്തോടുകൂടെ ആക്കണോ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീക്ക് നൽകട്ടെ. ആമീൻ. ഞങ്ങളെ കൂട്ടത്തിലും കുടുംബത്തിലും ദ്വാർക്കോ വസിയത്ത് ചൊന്ന് ഇങ്ങനെ ഒരുപാട് ആൾമാർ പൈസ കൊണ്ട് കുടുങ്ങിയ ആൾമാരുള്ളാറ്, പൈസ കൊടുത്തു കുടുങ്ങിയ ആൾമാരുള്ളാറ്, ബിസിനസ്സിൻ്റെ പേരിൽ ചങ്ങായിപ്പാൻ്റെ പേരിൽ അതുപോലെ അല്ലാതെയായിട്ടും പൈസയും ബംഗാറും കൊടുത്തിട്ടു ജാമീൻ നിന്നിട്ടും അല്ലാണ്ടും കുടുങ്ങിയെങ്കിൽ ധാരാളം മീനിങ് ഉള്ളാറ്. അള്ളാഹു അങ്ങ് എല്ലാ ആൾമാർ നീ ഫത്ഹ് നൽകണേ അല്ലാ. ആറല്ല പൈസ എടുത്തിറാറാ അങ്ങ് തിരിച്ചു തരകൂല്ലെങ്കിത്തെ മനസ്സ് നീ ഞങ്ങൾക്ക് കൊടുക്കണേ അല്ലാ. തിരിച്ചു തരകൂല്ലെങ്കിത്തെ സമ്പത്ത് നീ ഞങ്ങൾക്ക് കൊടുക്കണേ അല്ലാ. ഈ കഷ്ടത്തിലുള്ളെങ്കിത്തെ ദുഃഖത്തിലുള്ളെങ്കിത്തെ ബേജാറിലുള്ളെങ്കിത്തെ എല്ലാ ആൾമാർക്ക് സന്തോഷമുള്ള ജീവിതം റാഹത്തുള്ള ജീവിതം നീ എത്തുപാട്ടണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.